ഗൈസ് നമ്മൾ നെറ്റൊക്കെ വലിച്ചു കെട്ടിയത് കാരണം പൂവനെ ഇങ്ങോട്ട് ചാടാൻ പറ്റാത്ത കാരണം ഇങ്ങനെ നിൽക്കും കേട്ടോ. ഗൈസ് നമ്മുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ വീഡിയോ ഇട്ടു, ഇതിപ്പോൾ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇത്രയും ഭാഗം നെറ്റടിച്ചു കഴിഞ്ഞായിരുന്നു. ഇതിപ്പം നമ്മൾ സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ ഇത് ഫുള്ള് അടിച്ച് തീർക്കും. തീർക്കണം എന്നൊക്കെയാണ് ആഗ്രഹം, തീർന്നാൽ മതി. ഒത്തിരി നെറ്റുണ്ടല്ലോ, നമുക്ക് ഇത് താഴെയും മുകളിലും വള്ളിയെല്ലാം കെട്ടി വരുമ്പം ഒത്തിരി സമയം പോകുന്നുണ്ട്. അതാണ് ഇന്നലത്തെ വീഡിയോയിലും നമുക്ക് ഇത്രയൊക്കെ അടിച്ച് തീർക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ പൂവനെ ഇന്നലെയൊക്കെ നമ്മൾ കൂട്ടിലൊക്കെ പിടിച്ചിട്ടേക്കുമായിരുന്നല്ലോ. ഇന്ന് നമ്മൾ പൂവനെ ഇറക്കി വിട്ടിട്ടുണ്ട്. അവനെ നമ്മൾ കാണിച്ചു തരാം. അവനിവിടെ നിൽപ്പുണ്ട്. നമ്മൾ അയച്ചു വിടുന്ന സമയത്ത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയച്ചു വിട്ട സമയത്ത് മറ്റേ കോഴികളെല്ലാം കൂടി ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ. ആദ്യമായിട്ടായത് കാരണമായിരിക്കാം, ഭയങ്കര വഴക്കൊക്കെ ആയിരുന്നു. അപ്പം നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. ഇപ്പോഴാണ് ഇവൻ മാത്രം ഇവിടെ നിൽപ്പുള്ളൂ, വേറെ ആരും ഇല്ല ഇപ്പം. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ചാൻസ് കിട്ടിയത്. അപ്പതേ പൂവാച്ചി പാട്ടാണ് ആള്. അവൻ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് വേണ്ടി. അവൻ പോവാ. ഇതുണ്ടോ വഴക്കുണ്ടാക്കാൻ പോണുണ്ടോ അവള്? ഇതുപോലെ പതിക്കെ പോകും. ഉണ്ടോ അവനെ ഓടിച്ചു വിടുവാൻ പോവാ. വെള്ളം കുടിക്കുക കേട്ടോ. മറ്റേതെല്ലാം അവിടെ ഉണ്ട്. ഗൈസ് ബാക്കി ഭാഗം നമ്മൾ തയ്ച്ചു തുടങ്ങി. തയ്ച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതൊക്കെ ഒരു ടാസ്ക് ആട്ടോ. ഇത് ഭയങ്കര പാടാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. കൂട്ടുകാരികൾ തമ്മിൽ പോണുണ്ടോ ഗായ്സ്? ഇത് നമ്മുടെ ഇവിടെ തന്നെ ഉള്ള ഒരു പേരയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഉള്ള പേരയാണ്. ഇതിൻ്റെ അകത്ത് എന്നാ പേര കായ്ക്കത്തൊന്നുമില്ല കേട്ടോ, വലിയ കായൊന്നുമില്ല. അപ്പം വരുവാണെങ്കിൽ തന്നെ അത് അതുപോലെ ഫംഗസ് ഒക്കെ ആയിട്ട് പോവും. കാണുമോ? ഫംഗസ് ബാധ പോലെയൊക്കെ വന്ന് അത് ഏതാണ്ട് പോലെ വന്ന് അത് പെട്ടെന്ന് തന്നെ പോകുകയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ആകെ ഇപ്പോൾ കായ്ച്ചു നിൽക്കുന്ന ആകെ 3 പേരൊക്കെയാട്ടോ. ഉണ്ടോ? 3 പേരൊക്കെയുള്ളൂ. നമുക്ക് വലിയ കായ് ബലം ഒന്നും കിട്ടുന്നില്ല ഈ പേരേന്ന്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ വെട്ടിക്കളഞ്ഞു. ഇതിപ്പം കുറച്ച് ഭാഗത്ത് മാത്രമേ നമ്മൾ നിർത്തിയിട്ടുള്ളൂ.
ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി നടുക എന്നൊക്കെയാണ്. വേറെ ഇതുകൊണ്ട് വലിയ ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് കായൊന്നും കിട്ടത്തില്ല, വല്ലപ്പോഴൊക്കെ ഇത് കായ്ക്കും. പിന്നെ നമ്മൾ തയ്ച്ചോണ്ടിരിക്കുക കേട്ടോ. വലിച്ചടി തുന്നി നമ്മുടെ വാതിലിന്റെ അടുത്തോട്ടൊക്കെ എത്താറായിട്ടോ. ഇവിടെ വന്ന് കൊണ്ട് നിർത്തണം. മക്കളെ മുഖം വേല കൊണ്ട് പോണി. ഭയങ്കര പണിയാണ്, ഒരു ടാസ്കാണ്. നല്ല ചെറിയ കാറ്റ് വരുന്നുണ്ട്, അത് സുഖമുണ്ട്. നമ്മൾ വാതിലിൻ്റെ അടുത്തോട്ടായിട്ടോ ഇവിടെ കെട്ടി ഇതാക്കുവാണ്. ഗൈസ്, നമ്മൾ താഴത്തെ ഭാഗം ചെയ്യുകയാണ്. ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. കുടഞ്ഞ് ഇരുന്നോടൊന്നും ചെയ്യാൻ സ്ഥലം കുറവായതാണ് പപ്പയുടെ സ്റ്റൂളിട്ടാണ് ഇരുന്നാണ് ചെയ്യുന്നത്. കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇരുന്ന് പാടായിരിക്കും. അപ്പോൾ അത് കാരണം നമ്മൾ സ്റ്റൂളിലിരുന്ന് കൊണ്ട് ചെയ്തു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൂവനവിടെ കെട്ട കഴിക്കാൻ നോക്കുവാന്നാണ്. തോർത്ത് നമ്മുടെ വാതിലിൻ്റെ ഭാഗങ്ങളിൽ എത്താറായി. നീര് കാറ്റൊക്കെ ഉണ്ട്, നല്ല സുഖമുണ്ട് ഇവിടെ ഇരിക്കാൻ. ആ വെയിലും ഉണ്ട്. ഗായ്സ്, നമ്മൾ ഇത്ര ഭാഗം വരെ ആയി. വാതിലിൻ്റെ ഒരു വശം
മൊത്തം തീർന്നിരിക്കുകയാണ്. ഇനി അടുത്ത ഭാഗം നമ്മൾ തുടങ്ങുകയാണ്. മടുത്തു. ഇനി രണ്ട് സൈഡും ഒറ്റ ഇത് ഇങ്ങനെ എടുക്കണം. ഗൈസ്, ദേ നമ്മുടെ വാതിലൊക്കെ ആയിട്ടുണ്ട്. ഗൈസ്, ഈ വാതിലിന്റെ പരിപാടി തീർന്നിട്ടില്ല. ഇനിയും കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. ഇത്രയും ഭാഗ്യമായിട്ടുള്ളൂ നമുക്ക് ഇങ്ങനെ തുറന്ന് പോകാൻ പറ്റുന്ന രീതിയിൽ. ഇനി കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. അപ്പം മൊത്തം തീർന്നിട്ടൊന്നുമില്ല അവിടുത്തെ വാതിലിൻ്റെ പരിപാടി. നമ്മൾ കോർത്ത് ഇത്ര ആയിട്ടോ. കുറച്ച് നേരം ഞാൻ കോർത്തു. ഇത് കഴിഞ്ഞ് ഇപ്പം പപ്പ കോർത്തുകൊണ്ടിരിക്കുകയാണ്. ഇരുന്നിരുന്ന് മടുക്കും നമ്മൾ. ഒരു ടാസ്ക്കാണിത്, ഭയങ്കര പാടാണിത് ഇരുന്ന് കോർക്കുക എന്ന് പറയുന്നത്. ഗൈസ്, നമ്മൾ നെറ്റൊക്കെ വലിച്ചു കെട്ടിയത് കാരണം പൂവനെ ഇങ്ങോട്ട് ചാടാൻ പറ്റാത്ത കാരണം ഇങ്ങനെ നിൽക്കും കേട്ടോ. ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ പപ്പയ്ക്ക് ഇപ്പോൾ എവിടെയോ പോകാനുണ്ട്. അത് കാരണം നമ്മുടെ വീഡിയോ ഇപ്പം നിർത്തുകയാണ്. പെട്ടെന്ന് തന്നെ അടുത്ത ദിവസങ്ങളിലായിട്ട് വരുന്നുണ്ട്. എല്ലാവരും കാണണം. നമ്മുടെ വീഡിയോ, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരും. താങ്ക് യു.